നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊരു നല്ല മ്യൂച്വൽ ഫണ്ടിനെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങാനും വിൽക്കാനും സാധിക്കും, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചു. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ എൻട്രി എടുക്കാം, അത് SIP ആയിട്ടാണെങ്കിലും കുറച്ച് കൂടുതൽ എമൗണ്ട് ആയിട്ട് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും എങ്ങനെ എൻട്രി എടുക്കാമെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ ഒന്നായ, ഏറ്റവും ആക്റ്റീവ് ക്ലയൻസോട് കൂടി മുമ്പോട്ട് പോകുന്ന നല്ലൊരു സ്റ്റോക്ക് ബ്രോക്കറാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്സ്റ്റോക്സ് ആണ്. അപ്സ്റ്റോക്സിൽ നമുക്ക് എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ മാർക്കറ്റിലേക്ക് പുതിയതായിട്ടാണ് വരുന്നത്, നിങ്ങളുടെ കയ്യിൽ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്സ്റ്റോക്സിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം അവർ നല്ല ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തരുന്നുണ്ട്, അതുപോലെ തന്നെ മികച്ച രീതിയിൽ ആക്റ്റീവ് ക്ലയൻസോട് കൂടി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്യാം, ഒപ്പം മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക്, ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് വീഡിയോയും നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അപ്സ്റ്റോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, 0 കമ്മീഷനാണ് ഇവർ മ്യൂച്വൽ ഫണ്ടിൽ ഈടാക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് ആൻഡ് IPO ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അപ്സ്റ്റോക്സിൽ തീർച്ചയായിട്ടും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവർ 0% ആണ് അവർ കമ്മീഷൻ ഈടാക്കുന്നത് മ്യൂച്വൽ ഫണ്ടിലും IPOയിലും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കമ്പാരിറ്റീവ്ലി നല്ലൊരു സ്റ്റോക്ക് ബ്രോക്കറാണ് അപ്സ്റ്റോക്സ്. ഞാനും പേഴ്സണലി അപ്സ്റ്റോക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ മൊബൈലിലെ അപ്സ്റ്റോക്സിൻ്റെ പുതിയ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആക്കുക. അപ്പോൾ ഞാനിവിടെ അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തു. ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ താഴെ തന്നെ ഡിസ്കവർ എന്ന് പറഞ്ഞ് താഴെ ഒരു ഓപ്ഷൻ കിട്ടും. ആ ഒരു ഓപ്ഷനിലാണ് ആദ്യമേ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും, ഒരു ഹെഡിങ് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഫണ്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എക്സ്പ്ലോർ ഫണ്ട് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അത് തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ അപ്പോൾ നമുക്ക് ഒരുപാട് ഫണ്ട് കിട്ടും. അപ്പം ഇവിടെ ഓൾ ഫണ്ട് എന്ന കാറ്റഗറിയിൽ നമുക്ക് ഒരുപാട് ഫണ്ട്സ് ഇങ്ങനെ താഴെ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കാം എന്നല്ല ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് തിരഞ്ഞെടുത്ത ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് SIP ആയിട്ടാണെങ്കിലും മന്ത്ലി SIP ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി നല്ല ഫണ്ട്സ് എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആ പ്ലേലിസ്റ്റിൽ പോയി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഡയറക്റ്റ് ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് ആ ഒരു ഫണ്ട് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം അവിടെ താഴെ പേരുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഫണ്ടാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫണ്ടിൽ തിരഞ്ഞെടുത്തതിന് ശേഷം അപ്പോൾ ആ ഫണ്ടിൻ്റെ ഇക്വിറ്റി സെക്ടർ ടെക്നോളജി സെക്ടറാണ്. അപ്പം അതിൻ്റെ NAV ഇപ്പോഴത്തെ നിലവിലത്തെ പ്രൈസ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ താഴെ ഈ ഒരു നമുക്ക് അതിൻ്റെ കുറച്ച് നാളത്തെ ഒരു 1-2 വർഷത്തെ ഒരു ചാർട്ടൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഈ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ശരിയായ ഫണ്ട് തിരഞ്ഞെടുക്കാൻ നോക്കുക. അപ്പം അതിനുശേഷം നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് SIP എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ വൺ ടൈം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ SIP ആയിട്ടാണ് നിങ്ങൾ മന്ത്ലിയിൽ ഒരു 1000 രൂപ വെച്ച് അല്ലെങ്കിൽ ഒരു 5000 രൂപ വെച്ച് ഒരു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് ലോങ് ടൈമിലേക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് SIP എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഓരോ മാസവും ഇത് കട്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ആവും. അപ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് SIP എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം, അതിനുശേഷം വൺ ടൈമിലേക്ക് പോകും. അപ്പോൾ സ്റ്റാർട്ട് SIP എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് 4 സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ഈ 4 സ്റ്റെപ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതാകുന്നുണ്ട്, പക്ഷേ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ. അപ്പം നമ്മൾ ഇവിടെ ആദ്യം തന്നെ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ ഫ്രീക്വൻസി ഓഫ് SIP എന്നാണ്. ഇവിടെ 2 ഓപ്ഷനുണ്ട്, ഒന്ന് മന്ത്ലി, രണ്ടാമത്തെ ക്വാർട്ടർലി. അപ്പോൾ മന്ത്ലി ആണെങ്കിൽ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് കട്ട് ചെയ്യും. ക്വാർട്ടർലി ആണെങ്കിൽ 3 മാസം കൂടുമ്പോഴായിരിക്കും ഇവിടെ ഫണ്ട് കട്ടാകുന്നത്. അപ്പോൾ ഞാനിവിടെ മന്ത്ലി ആണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഇവിടെ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡേറ്റ് ലാസ്റ്റ് വീക്കിലെ ഏതെങ്കിലും ഡേറ്റ്, അത് 26, 27, 28, 29, 30 ഈ ഏതെങ്കിലും ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതേ ഡേറ്റിൽ തന്നെ എല്ലാ മാസവും കട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ 27 എന്ന ഡേറ്റ് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് SIP സ്റ്റാർട്ട് ചെയ്യുന്നത് 27 ഒക്ടോബറിലാണെന്ന് ഇവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ലോക്കിൻ പീരീഡ് ഇവിടെ 0 ഇയർ ആണ്. നമുക്ക് എപ്പോൾ വേണേലും എക്സിറ്റ് ആകും. 1 മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണേൽ എക്സിറ്റ് ആകും, അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ എക്സിറ്റ് ആകും, അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ എക്സിറ്റ് ആകും. അപ്പം എക്സിറ്റ് 0 ഇയർ ആണ്. ഇനി നമുക്ക് ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇനി എമൗണ്ട് ആണ് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്, ഓരോ മാസവും കട്ടാകേണ്ട എമൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 150 തൊട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർ മന്ത് 150 വെച്ച് നമുക്ക് 150 വെച്ച് ആഡ് ചെയ്യാം. എത്ര വേണമെങ്കിലും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. 2000, 5000, 10000 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ലോക്കിൻ പീരീഡ് 0 എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് താഴെ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താണ് മുമ്പോട്ട് പോകേണ്ടത്. ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത ഫണ്ടിൻ്റെ പേര് കാണാൻ സാധിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് കാണാൻ സാധിക്കും, മന്ത്ലി കട്ടാവും. 27 മന്ത്ലി ലാസ്റ്റ് 27ാമത്തെ ഡേയിലാണ് അത് കട്ടാകുന്നത്. അപ്പോൾ ലോക്കിൻ പീരീഡ് 0. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വീണ്ടും ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ബാങ്കാണോ നിങ്ങളുടെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കേണ്ടത്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് ലിങ്ക് ചെയ്യിപ്പിക്കുക. ഈ ഒരു ഏതാണോ നിങ്ങളുടെ അപ്സ്റ്റോക്സിൽ കൊടുത്തേക്കുന്ന ആ ഒരു അക്കൗണ്ട് തന്നെയായിരിക്കും ഇവിടെ തെളിഞ്ഞു വരിക. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒപ്പം ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ച് നോക്കി ടിക്ക് കൊടുക്കുക. എന്നിട്ട് പ്ലേസ് ഓർഡർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ തിരഞ്ഞു കൊടുക്കേണ്ടത് ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ UPI ID ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യാം. രണ്ടിനും നോ ചാർജസ് ആണ്. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ആണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് 150 രൂപയാണെങ്കിൽ 150 രൂപ, 2000 രൂപയാണെങ്കിൽ 2000 രൂപ അതൊന്ന് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിക്കുമ്പോഴത്തേനും SIPയുടെ നമ്മൾ ഓർഡർ സക്സസ്ഫുള്ളായിട്ട് പ്ലേസ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് SIP സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന്, അപ്സ്റ്റോക്സ് വഴി എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇനി നമ്മൾ വൺ ടൈം ആയിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വൺ ടൈമിലേക്ക് വരുമ്പം ഇവിടെ നമ്മൾ വൺ ടൈം എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് ഇവിടെ കാണുന്ന ഈ വൺ ടൈം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വൺ ടൈം എന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ നിങ്ങൾ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ചിലപ്പോൾ ഈ വലിയ എമൗണ്ട് ആയിരിക്കും വൺ ടൈം ആയിട്ട്, ഒരു 50,000 രൂപയോ 1,00,000 രൂപയോ അല്ലെങ്കിൽ 2,00,000 രൂപയോ 3,00,000 രൂപയോ. അപ്പോൾ എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ചെറിയ എമൗണ്ട് ആകും, വലിയ എമൗണ്ട് ആകും. എത്രയാണോ അത് ഇവിടെ എൻ്റർ എമൗണ്ട് എന്ന ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഓർഡർ പ്ലേസ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് ബൈ ആകുന്നു, ആ ബൈ ആയതിനു ശേഷം 3 ദിവസം കഴിയുമ്പോഴത്തേനുമാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലിട്ട് ആ വാങ്ങിയ സാധനങ്ങൾ വരത്തുള്ളൂ. അതായത് ആ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം, എത്ര യൂണിറ്റ് ബൈ ആയെന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പോർട്ട്ഫോളിയോയിലിട്ട് വരുന്നത് 3 ദിവസം കഴിയുമ്പോഴാണ് ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് ടൈമിലാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതേ ദിവസത്തിൽ തന്നെ ഏതാണോ മാർക്കറ്റിലെ പ്രൈസ് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ ഒരു NAVയിൽ തന്നെ മ്യൂച്വൽ ഫണ്ട് ബൈ ആകുന്നതായിരിക്കും. അതല്ല നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, അതായത് ഒരു 2:30 3 മണിക്കും ഒക്കെയാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഡേയിൽ NAVക്കാണ് ആ മ്യൂച്വൽ ഫണ്ട് ബൈ ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഓരോ ഫണ്ടിനും ഓരോ ടൈം പീരീഡൊക്കെ ഉണ്ട്. അതായത് 12:30, പിന്നെ ഡെപ്റ്റ് ആൻഡ് ഹൈബ്രിഡ് ഫണ്ടിന് 1 മണി ഉച്ചയ്ക്ക്, അതിനുശേഷം ഇക്വിറ്റി ഫണ്ടിന് 2:30. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴും മ്യൂച്വൽ ഫണ്ടിലേക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടൊരു 10 മണി 11 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തെടുക്കുക. രാവിലെ ഓട്ടോമാറ്റിക്കായിട്ട് അന്നത്തെ NAVയിൽ തന്നെ ആ മ്യൂച്വൽ ഫണ്ട് ഓർഡർ എക്സിക്യൂട്ട് ആകുന്നതായിരിക്കും. അപ്പം ഇനി റിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാണാൻ സാധിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്. ഇവിടെ ഞാൻ 1000 ആണ് ഫില്ല് ചെയ്ത് കൊടുത്തത്. അപ്പോൾ 1000, ലോക്കിൻ പീരീഡ് 0 ഇയർ. ഇവിടെ നമുക്ക് എപ്പോൾ വേണേലും എക്സിറ്റ് ആകും. നിങ്ങൾ പ്രോഫിറ്റിലേക്ക് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2-3 മാസം കഴിയുമ്പോൾ പ്രോഫിറ്റിലേക്ക് വന്ന് എക്സിറ്റ് ആകും, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിൻ്റെ കൂടുതൽ യൂണിറ്റ്സ് ആഡ് ചെയ്യാനും സാധിക്കും. വീണ്ടും താഴോട്ട് വരുവാണെങ്കിൽ കൂടുതലായിട്ട് ആവറേജ് ചെയ്യാനും ആഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും.
ഇപ്പോൾ ഇവിടെ പ്ലേസ് ഓർഡർ എന്നതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി. അപ്പോൾ ഇവിടെ നമുക്ക് സെയിം SIPയിൽ ചെയ്തതുപോലെ തന്നെ പേയ്മെൻറ്റ് സെക്ഷനാണ്. UPI നെറ്റ് ബാങ്കിങ് നോ ചാർജസ് ആണ് ഇവിടെ ഈടാക്കുന്നത്. ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ഓതറൈസ് പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ യൂസർ ID പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ വൺ ടൈം ആയിട്ടാണെങ്കിലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് അപ്സ്റ്റോക്സിൻ്റെ ബ്രോക്കർ വഴി എൻട്രി എടുക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾ പ്ലേസ് ചെയ്ത ഓർഡർ ഈ എക്സ്പ്ലോർഡ് ഫണ്ട് എന്ന് പറഞ്ഞെടുത്താണ് നമ്മൾ പോയി ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. നിങ്ങളൊന്ന് ബാക്കിലേക്ക് വരിക, ഹോം പേജിലേക്ക് വരിക, വീണ്ടും താഴത്തെ ഡിസ്കവർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഇവിടെ യുവർ പോർട്ട്ഫോളിയോ എന്നതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി. അതായത് നിങ്ങൾ പ്ലേസ് ചെയ്ത ഓർഡർ എക്സിക്യൂട്ട് ആയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആയതിനു ശേഷം ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്തിയോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ യുവർ പോർട്ട്ഫോളിയോ എന്ന സെക്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കറൻറ്റ് വാല്യൂ എത്രയാണ്, ഇവിടെ നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ റിട്ടേൺ എത്രയാണ്, ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാണ്. എൻ്റെ ഓൾറെഡി കുറച്ചൊരു 2% സംതിങ് നെഗറ്റീവിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ അതവിടെ കാണിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് ഇവിടെ വ്യൂ ഓർഡർ ഹിസ്റ്ററി എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ പ്ലേസ് ചെയ്തേക്കുന്ന ആ ഓർഡേഴ്സ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്തത് ഒരു SIP തുടങ്ങാൻ വേണ്ടിയാണ്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് 150 എമൗണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയാണ്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, അതുപോലെ തന്നെ ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇത്രയും മെത്തേഡാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൻ്റെ ബ്രോക്കർ ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP ആയിട്ടാണെങ്കിലും ഒരു വൺ ടൈം ആയിട്ടാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യമേ മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടത്. അതുപോലെ തന്നെ അതിനുശേഷം ഇങ്ങനെ മാർക്കറ്റ് വാച്ച് ചെയ്യുക, അതിനുശേഷം പതിയെ സ്റ്റോക്കിലേക്ക് എൻട്രി എടുക്കുക, അതിനുശേഷം ട്രേഡിങ്ങിലേക്ക് കൂടുതലായിട്ട് പ്രാക്ടിക്കൽ നോളജ് എത്തിയതിന് ശേഷം മാത്രം വരിക, അല്ലെങ്കിൽ ഒരുപാട് ലോസസ് ഒക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ, അതുപോലെ തന്നെ ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഓൾറെഡി ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ ഒക്കെ 100ാമതായിട്ട് ചെയ്തിട്ടുണ്ട്. അതും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ട്യൂട്ടോറിയൽ ലഭിക്കും. അവിടെ പോയി കണ്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും.